വികാരത്തിന്റെ സ്വരത്തിലാണ് എപ്പോഴും ദിയ സംസാരിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരു സൗഹൃദമില്ലെന്നാണ് അവർ പറയുന്നത്. കടയിൽ പണിക്ക് നിൽക്കുന്നവരെ പിന്നെ പിടിച്ച് മടിയിലിരുത്തി പാല് കൊടുക്കട്ടാ ഗൈസ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. ഈ 2025 ഭയങ്കര അതിശയം നിറഞ്ഞ, അതിശയിപ്പിക്കുന്ന വർഷമാണ്. ഒരുപാട് അതിശയം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾ 2025 നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അത് കേട്ട് ആ വീഡിയോ കണ്ട് എന്നെ ഇവിടെ ഷോപ്പിൽ വന്ന് എന്നെ വഴക്കറിഞ്ഞു, എന്തൊരു വീഡിയോ ഇത് ചിരിച്ചോളി, എന്നെ കളിയാക്കുമെന്ന് തോന്നുന്നു, നീ എന്ത് വീഡിയോ ചെയ്തത്, എന്തിന് എപ്പോഴും നെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഓരോ മണിക്കൂറിൽ ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകളിലേ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. പിന്നെ അതിനിടയിൽ വളരെയധികം എനിക്ക് ഒരു അതിശയം തോന്നിയ ഒരു കാര്യമാണ് നമ്മളെ ദിയ എന്ന് പറഞ്ഞ കൃഷ്ണകുമാർ സാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ കാണിച്ചത്. അത് സത്യം പറഞ്ഞാൽ അതിശയപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല. അത് മിക്ക ഷോപ്പുകളും ഇപ്പോഴും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ഒരു സഹോദരൻ്റെ ഷോപ്പിലും ഇതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ കച്ചവടമില്ല സ്ഥാപനത്തിൽ കച്ചവടമില്ല. അപ്പോൾ പുള്ളി എന്നെ എന്ത് ചെയ്തു, അതിൻ്റെ സുഹൃത്തുക്കളെ ഒരു ദിവസം ആ ഷോപ്പിലോട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. സാധനം വാങ്ങിച്ചു, ഒരു 2500 സാധനം വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി. ഒരു അരമണിക്കൂർ 2 മുമ്പൊക്കെ അവർ സാധനം എല്ലാം കൊണ്ട് കാറി വെച്ചിട്ട് ഇവർ അങ്ങ് പോയി. ഇതിൻ്റെ ഓണർ അങ്ങോട്ട് ഷോപ്പിൽ സ്റ്റാഫ് പറഞ്ഞ കച്ചവടം നടന്നില്ല. ഇതൊരിക്കും ഒന്നും നടന്നില്ല. ഇതാണ് അവസ്ഥ. ആലോചിച്ച് നോക്കിയാണ്. വാങ്ങിച്ചോണ്ട് കടയിൽ നിന്ന് എടുത്തോണ്ട് പോയി സാധനം പുറത്ത് കാറിൽ വെച്ചിട്ട് അവരുടെ കാർ ഇതിൻ്റെ സ്റ്റാഫ് അകത്തോട്ട് കയറി എന്നുള്ള അവസ്ഥയാണ്. നെഞ്ച് തകർന്നു പോയി. ഇതടാ 2500 കച്ചവടം ചെയ്ത് അയാളങ്ങ് സ്തംഭിച്ച് നിന്ന് പോയി. ഇവൻ കച്ചവടം ഇല്ല. 10, 25, 30 കച്ചവടം സ്ഥാനത്ത് പിന്നെ 500, 1000, 2000, 3000 കച്ചവടമുള്ളൂ. ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ച്. ഇതാണ് നമ്മൾ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞൊരു വിശ്വാസവും, പിന്നെ ആ വിശ്വാസം സഹോദര ബന്ധത്തിനും കെയറിങ് വേറെ വലിയൊരു സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വിട്ടങ്ങ് കൊടുക്കും. ഇപ്പോഴും ഈ ചെറുകിട വ്യവസായങ്ങളുണ്ട്, അവരാണ് പാവം കേട്ടോ. അവർ പെട്ടെന്ന് ഇങ്ങനെ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഈ പലവ്യഞ്ജന കട അങ്ങനെയുള്ള കടകളിലൊക്കെ ഈ മിക്ക ഷോപ്പുകളിലും ഓണർ കാണത്തില്ല. ഓണർ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റാഫ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, സ്റ്റാഫ് പോകുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ടൊക്കെ നിൽക്കുന്നത് എല്ലാം അവൻ്റെ ആവശ്യമേ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരങ്ങ് പോവും. എല്ലാം അവൻ നോക്കുകയല്ലേ. പിന്നെ നമ്മുടെ ആവശ്യമില്ല, എൻ്റെ ആവശ്യം ചുമ്മാ കൗണ്ടർ ഇരുന്നാൽ മതിയല്ലോ, എൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഒരു QR കോഡ്, ശബ്ദത്തിൽ പറഞ്ഞ QR കോഡെല്ലാം വെച്ച് കൊടുത്തിട്ട് ക്യാഷ് ഇത് വാങ്ങിക്കണം എന്നിട്ട് പോകും. പക്ഷേ സ്റ്റാഫുകൾക്കൊരു ഡയലോഗുണ്ട്, എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ഡയലോഗുണ്ട്. അതിലിട്ടോ ക്യാഷ് ഇട്ടില്ലല്ലോ, ഞാൻ വേറെ കോഡ് തരാമേ, അതിലിട്ടാൽ മതി, അത് ചെറിയ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പേഴ്സണൽ QR കോഡ് ഇത് കാണിക്കും. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇപ്പോഴും പലവ്യഞ്ജന സ്ഥാപനങ്ങളിൽ എല്ലാവരും സൂക്ഷിച്ച് അവർ കൊള്ളാം അല്ലേ, ഇങ്ങനെയൊക്കെ നടന്നു വരുന്നുണ്ട്. അതില്ലാന്നില്ല. അത് ഇപ്പം ഇവർ കൈയോടെ ഇങ്ങനെ പിടിച്ചു. ഇത്ര ലക്ഷം രൂപയുടെ കണക്ക് നോക്കിയപ്പോൾ കുറവൊന്നുകൊണ്ട് അവർ കൈയോടെ പിടിച്ചു. ഈ പലവ്യഞ്ജന കടയിൽ പെട്ടെന്നും അറിയാൻ പറ്റത്തില്ല. ചെറിയ ഇവർക്ക് 700 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 200 രൂപ കിട്ടിയാൽ കഴിക്കോ പോട്ടിട്ട് 700 രൂപ ഡെയിലി ശമ്പളമുള്ളൂ. 200 രൂപ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എടുത്താൽ 1000 രൂപയായി. എന്തുമാത്രം ലാഭമുണ്ട്. ഇങ്ങനെ 700 രൂപയേ ഉള്ളൂ ശമ്പളം, ഡെയിലി 700 രൂപ. 200 രൂപ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കിട്ടിയാൽ ബോണസായില്ലേ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ കടകളിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇല്ലാതൊന്നും നമ്മൾ ഇങ്ങനെ കണ്ണുമടച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രമാത്രം വിശ്വാസമുള്ള ടീമുകളായിരിക്കും, നല്ല വിശ്വാസമുള്ള ടീമായിരിക്കും. എന്നാലും ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വിടുന്നത് നന്നായിരിക്കും അല്ലേ. നല്ലതല്ലേ? അത് നല്ലതായിരിക്കും, ആലോചിച്ച് നോക്ക്.